മധുരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മയക്കുവെടിവെക്കാനുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. എന്നാൽ രാത്രിയിലും ആനയ്ക്കായി നിരീക്ഷണം തുടരും. ആനയെ കണ്ടെത്തിയാൽ നാളെ മയക്കുവെടിവെക്കും. ആതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മയക്കുവെടിവെക്കാനുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആന ഉൾക്കാട്ടിലേക്ക് പോയത് മറ്റൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ദൗത്യം ഇന്ന് അവസാനിപ്പിച്ചു. എന്നാൽ രാത്രിയിലും ആനയ്ക്കായി നിരീക്ഷണം തുടരും. ആനയെ കണ്ടെത്തിയാൽ നാളെ മയക്കുവെടിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് കൂടി കടന്നിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ മയക്കുവെടിവെക്കാനുള്ള നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ശരത്ത് കൂടി ചേരുന്നുണ്ട്. ശരത്ത്, നാളെ മയക്കുവെടിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ 14 വെച്ചായിരുന്നു ആനയെ പടക്കം പൊട്ടിച്ച് സമീപത്തെ റബ്ബർ തോട്ടത്തിലെത്തിച്ച് മയക്കുവെടി വെക്കുക എന്നതായിരുന്നു ദൗത്യ സംഘത്തിന്റെ പദ്ധതി. എന്നാൽ പടക്കം പൊട്ടിച്ചതോട് കൂടിയിട്ട് ഈ ആന റബ്ബർ തോട്ടത്തിലേക്ക് വരുന്നതിന് പകരം നേരെ വനത്തിലേക്ക് ഓടിക്കയറുകയായിരുന്നു. തുടർന്ന് വനത്തിലെ 2 സംഘമായി ചേർന്നുകൊണ്ട് ഈ ദൗത്യ സംഘം പരിശോധന നടത്തി. വനം വകുപ്പും സമാന്തരമായ രീതിയിൽ പരിശോധനകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ആനയെ കണ്ടെത്താനുള്ള പരിശ്രമം നടത്തി. അതിലും ഫലം കാണാതായതോട് കൂടിയിട്ടാണ് ദൗത്യ സംഘം ഇന്നത്തേക്കുള്ള ഇത്തരത്തിൽ മയക്കുവെടി വെക്കുക എന്ന ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നത്. വൈകിട്ട് 4 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള അറിയിപ്പ് ലഭിച്ചത്. ഇന്നത്തേക്ക് പിന്മാറുന്നു. എന്നാൽ ഇന്ന് രാത്രി കൂടി നിരീക്ഷണം ശക്തമാക്കുകയും ആനയെ കണ്ടെത്തുന്ന പക്ഷം നാളെ വീണ്ടും മയക്കുവെടി വെക്കുന്ന ദൗത്യത്തിലേക്ക് കടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ മസ്തകത്തിൽ മുറിവുമായിട്ട് അതിൽ നിന്ന് വ്രണത്തിൽ നിന്ന് പഴുപ്പ് പുറത്തു വരുന്ന രീതിയിൽ ഒരു ആനയെ കണ്ടെത്തിയത്. അതോടുകൂടി 2 രീതിയിലുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു. ഒന്നുകിൽ ആനകൾ തമ്മിൽ കുത്തുന്നതിനിടയ്ക്ക് കൊമ്പ് കുത്തുന്നതിനിടയ്ക്ക് വന്ന പരിക്കാണോ, അതോ ഏതെങ്കിലും രീതിയിലുള്ള ആയുധം ഉപയോഗിച്ചിട്ടുള്ള പരിക്കാണോ എന്ന രീതിയിലുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങൾ ഉയർന്നിരുന്നു. അതിനെ തുടർന്നാണ് വൈൽഡ് ലൈഫിന്റെ ചീഫ് സർജനായിട്ടുള്ള അജിത് സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡോക്ടർ സംഘം വന്ന് പരിശോധന നടത്തിയത്. അതിനെ തുടർന്നാണ് രാവിലെ 11 മണിയോടുകൂടി ആനയെ ഇത്തരത്തിൽ കണ്ടെത്തുകയും അവിടെ വെച്ച് മയക്കുവെടി പൊട്ടിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. ഇതിൽ ദൗത്യ സംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് പുഴയോട് ചേർന്നാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും മയക്കുവെടി വെച്ചതിന് ശേഷം ആന എങ്ങോട്ട് പോകും എന്നൊരു പ്രധാന പ്രശ്നമുണ്ട്. പുഴയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് അത്തരത്തിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നൊരു ആശങ്ക ദൗത്യ സംഘം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഈ ദൗത്യ സംഘത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർമാർ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രി നിരീക്ഷണം നടത്തി കണ്ടെത്തിയതിനു ശേഷം കണ്ടെത്തിക്കഴിഞ്ഞാൽ നാളെ രാവിലത്തോടു കൂടി തന്നെ മയക്കുവെടി വെക്കാനും തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരത്ത്, അപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. നാളെ എപ്പോഴായിരിക്കും ഈ ദൗത്യം ആരംഭിക്കുക? മാത്രമല്ല, ഈ ആനയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ മസ്തകത്തിൽ മുറിവേറ്റ് പഴുപ്പ് പുറത്തു ചാടിയ നിലയിലാണുള്ളത്. ആദ്യമായിട്ട് ഈ ആനയെ കണ്ടെത്തണം. എന്നാൽ മാത്രമാണ് നമുക്ക് വെടിവെക്കുന്നതിനെ കുറിച്ച് മയക്കുവെടി വെക്കുന്നതിനെ കുറിച്ച് ഒരു തീരുമാനത്തിൽ ദൗത്യ സംഘത്തിന് എത്താൻ കഴിയുള്ളൂ. ഇന്ന് പരിശോധിക്കുന്ന രീതിയിൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രിയിലെ നിരീക്ഷണം കൂടി പൂർത്തിയാക്കി ഈ ആന എവിടെയാണ് നിൽക്കുന്നത്, മയക്കുവെടി വെക്കാൻ പര്യാപ്തമാകുന്ന രീതിയിലാണോ, ഭൂപ്രദേശം അനുകൂലമാണോ, മറ്റു സാഹചര്യങ്ങൾ അനുകൂലമാണോ എന്ന് നോക്കിയതിനു ശേഷം മാത്രമാണ് മയക്കുവെടിയിലേക്ക് കടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു സമയം കൃത്യമായിട്ട് പറയാൻ സാധ്യമല്ല വർഷ. ശരി, ശരത്ത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.